ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ അലയടിക്കുമ്പോൾ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിലെ സാധാരണക്കാരുടെ അഭിപ്രായങ്ങളും അവരുടെ വികസന കാഴ്ചപ്പാടുകളും തേടിയുള്ള TCയുടെ യാത്ര, ജനഹിതം യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ വളരെ വലിയ വിസ്തൃതിയിൽ കിടക്കുന്നതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് കൈപ്പോങ്ങലം കേന്ദ്രമാക്കി ഒരു പോലീസ് സ്റ്റേഷൻ വന്നാലേ ക്രമസമാധാന പാലന രംഗത്ത് ഇവിടെ കൃത്യമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് അഴീക്കോടിനും ചേറ്റോയ്ക്കും ഇടയ്ക്ക് ഏറ്റവും നല്ല മത്സ്യബന്ധന തുറമുഖമായി മാറ്റാവുന്ന ഒരു സ്ഥലമാണ് കമ്പനിക്കടവ്. അവിടെ ഒരു ഹാർബർ സ്ഥാപിക്കണം. അത് എന്തായാലും അടുത്ത വരുന്ന ഒരു MPയുടെ ഏറ്റവും പ്രമുഖമായ ഒരു ചുമതലയായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ നമ്മളുടെ ജനങ്ങൾ വർഷക്കാലത്ത് ദുരിതം അനുഭവിക്കുന്നത് വെള്ളക്കെട്ട് മൂലമാണ്. അത് ശാസ്ത്രീയമായിട്ട് തന്നെ ഒരു സർവേ നടത്തി ആ വെള്ളം നദിയിലേക്കായാലും കടലിലേക്കായാലും ഒഴുക്കി വിടാവുന്ന ഒരു സംവിധാനം വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ഭാഗങ്ങളിൽ നമ്മൾക്ക് ശ്മശാനമില്ലാത്ത കുറവുകളുണ്ട്. അത് ഗ്യാസ് ചേമ്പറായാലും മറ്റ് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടായാൽ വളരെ നന്നായിരിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഡ്രൈവർമാർക്ക് റോഡ് വേറെ ഒന്നും നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടില്ല. റോഡ് വാഹനങ്ങൾ സ്പെയറാണെങ്കിൽ ഭയങ്കര വിലയും വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കാൻ തന്നെ ഞങ്ങൾക്ക് യാത്രക്കാരായിട്ട് കൊണ്ടുപോകാനും സുഖമായിട്ട് ഓടിക്കാവുന്ന ഒരു സജ്ജീകരണം നമുക്ക് കിട്ടിയാൽ മതി മെയിനായിട്ട്. പിന്നെ കുടിവെള്ള പ്രശ്നങ്ങളും ഒക്കെ നാട്ടിൽ എല്ലാവർക്കും കുടിവെള്ളം ഇല്ലാത്തടത്തൊക്കെ എത്തിക്കലും അതും ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ നിയമം അനുസരിച്ച് 500 മീറ്റർ വിട്ടിട്ട് വീട് പണിയാൻ പാടുള്ളൂ. അല്ലാത്തത് വന്നത് കഴിഞ്ഞാൽ അതിന് നമ്പർ കൊടുക്കില്ല. ഈ വക കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ട്. അവന് 3 സെൻറ്റ് ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അവൻ എവിടെ വീട് പണിയും? അത് ചിലപ്പോൾ കടലിനോട് തൊട്ടായിരിക്കും, സീവാളിനോട് തൊട്ടായിരിക്കും. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ അത് അവരുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അവർക്ക് സബ്സിഡി ഇനത്തിൽ അവർക്ക് മണ്ണെണ്ണ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിപ്പോൾ BPL APLകാർക്ക് 1/2 ലിറ്റർ കിട്ടിയത് ഇപ്പോൾ അതും കിട്ടാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളതായിട്ടുള്ള ഇനിയിപ്പോൾ ആര് ഭരിച്ചു വന്നു കഴിഞ്ഞാൽ ശരി തന്നെ, ആര് ഭരിക്കാൻ പോകുന്നു എന്നുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ MPമാരാണെച്ചാലും അല്ലെങ്കിൽ MLAമാരാണെച്ചാലും ആലോചിച്ച് ഈ MLAമാർക്കോ MPമാർക്കോ നമ്മൾക്ക് ഇവിടുന്ന് കൊടുക്കുന്ന റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകർ കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അത് വന്നിട്ട് രാഷ്ട്രീയം നോക്കാതെ ചെയ്യണമെന്നത് മാത്രം. കയ്പമംഗലം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കയ്പമംഗലം, കൂരുക്കുഴി, ചാമക്കാല മേഖല ടൂറിസത്തിന് ഏറ്റവും അനുകൂലമായൊരു മേഖലയാണ്. അതിപ്പോൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ സ്ഥിരം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അതിന് ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ളൊരു മേഖലയാണ്. അതിന് കൂടുതൽ ഊന്നൽ നൽകി സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടില്ലാത്തവർക്ക് വീടടക്കം കൊടുക്കാനുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും.